20th October 2022 ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് കാർഗെ വിൻസ് കോൺഗ്രസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആരാണ് കോൺഗ്രസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ജയിച്ചത്? മല്ലികാർജ്ജുന ഖാർഗെയാണ്. എഗെയിൻസ്റ്റ് ആരായിരുന്നു? എഗെയിൻസ്റ്റ് ഓപ്പണൻ്റ് ആരായിരുന്നു? ശശി തരൂരായിരുന്നു. അപ്പോൾ ദ വെറ്ററൻ സെക്യൂർഡ് ഓവർ 7,800 വോട്ട്സ് ഔട്ട് ഓഫ് 9,385 വോട്ട്സ്. 9,385 വോട്ടിൽ 7,800 വോട്ട്സ് കൊണ്ടാണ് ഖാർഗെ ജയിച്ചത്. He is the first non-Gandhi leader in 24 years to assume the party's top post എന്നാണ് പറയുന്നത്. നോൺ ഗാന്ധിയനല്ല കേട്ടോ, ഗാന്ധി ഫാമിലി അല്ലാത്ത ലീഡറായിട്ട് ഖാർഗെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. മല്ലികാർജ്ജുന ഖാർഗെ ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാം. രണ്ടാമത്തെ ന്യൂസ്, ചൈന അഗെയിൻ ബ്ലോക്സ് 2 പ്രപ്പോസൽസ് ഓൺ പാകിസ്ഥാൻ ടെററിസ്റ്റ് അറ്റ് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ. യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ എപ്പോഴും ടെററിസ്റ്റുകളെ ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ചില പ്രപ്പോസൽസ് കൊണ്ടുവരാറുണ്ട്. അതിനെ ബ്ലോക്ക് ചെയ്യുന്ന വീറ്റോ ഉപയോഗിച്ച് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ ഏക ഏഷ്യൻ രാജ്യമാണ് വീറ്റോ ഉള്ളത്. അതേതാണ്? ഏത് രാജ്യമാണ്? ചൈനയാണ്. ചൈന എപ്പോഴും എന്ത് ചെയ്യും? വീറ്റോ ചെയ്യും, അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പും ഇതേപോലെ ഒരു സംഭവം ഉണ്ടായതാണ്. വീണ്ടും ചൈന വീണ്ടും ഇതേപോലെ പരിപാടികൾ ചെയ്യുന്നുണ്ട്. ശരിക്കും ഇതെന്താണ് കാണിക്കുന്നത്? ചൈനേൻ്റെ ഡബിൾ സ്റ്റാൻഡ്സ് ആണ്. കാരണം എന്താ? ആൻറ്റി ടെററിസ്റ്റ് അജണ്ടയാണെന്ന് പറയുകയും ചെയ്യും, എന്താ ടെററിസ്റ്റുകളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. ഇതാണ് ചൈനേൻ്റെ ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇത് ഹിന്ദു എഡിഷൻ്റെ ഡൽഹി എഡിഷനാണ്. ആക്ച്വലി എത്രമാത്രം റേപ്പ് കേസസ് ആണ് ഈ ഡൽഹിയിലുള്ളത് എന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞ ഇവരുടെ നേറ്റീവായിട്ടുള്ള ന്യൂസ് കൊടുക്കുന്ന പേജിൽ നോക്കിയാൽ മനസ്സിലാവും. റേപ്പ് കേസസിൻ്റെ ഒരു ഗലോറാണ് ഇവിടെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ട് കൂടി ഒരു കാര്യം അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കർബ് ചെയ്യാൻ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാൻ ചെയ്യുന്നില്ല എന്നുള്ളത് ഭയങ്കര ദയനീയമായ ഒരവസ്ഥയാണ്. എ ട്രാവസ്റ്റി ഓഫ് ജസ്റ്റിസ് എന്ന തലക്കെട്ടോടുകൂടിയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. അപ്പോൾ ഈ ട്രാവസ്റ്റി എന്ന് പറയുന്ന ഡിസ്റ്റോഷൻ, അബ്സേർഡ്, ഫോൾസ്, തെറ്റായത് എന്ന രീതിയിലാണ്. ട്രാവസ്റ്റി ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റോർട്ടഡ് ഫോം ഓഫ് ജസ്റ്റിസ് എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഷോക്കിംഗ് ലാപ്സസ് അറുമുഖസ്വാമി കമ്മീഷൻ ഓഫ് ഇൻക്വയറി റിപ്പോർട്ട്. അപ്പോൾ അറുമുഖസ്വാമി കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ജയലളിതൻ്റെ മരണവുമായി ബന്ധപ്പെട്ടതാണ് അറുമുഖസ്വാമി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതിലെന്തൊക്കെയാണ് ഫൈൻഡിങ്സ്, എത്രമാത്രം ശരിയാണ്, അതിന് ഫാക്ട്സ് അനലൈസ് ചെയ്തിട്ടുണ്ടോ, അത് ആരെങ്കിലും അക്യൂസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത്. An investigation report is not a clean slate on which the investigator can record its whimsy that flies in the face of the facts എന്ന് പറയുന്നത്. അതായത് നമുക്ക് തോന്നിയ പോലെ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ പാടില്ല. കാരണം ഫാക്ട്സ് എപ്പോഴും കൺസിഡർ ചെയ്യണം എന്നാണ്. ഒരു റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന എഡിറ്റോറിയൽ ഈ പറഞ്ഞ റിപ്പോർട്ടിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് എഡിറ്റോറിയൽ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ആക്ച്വലി ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോൺസ്പിറസി ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ഒരു കോൺസ്പിറസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കരുത്. ഇപ്പോൾ പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിസം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഈ സമയത്ത് വീണ്ടും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ടർമോയിൽ ഒരു സ്റ്റേറ്റിൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരു റിപ്പോർട്ട് പുറപ്പെടുവിപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ റിപ്പോർട്ട് ഡ്രാഫ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അക്യൂസ് ചെയ്യുന്ന കുറേ കാര്യമുണ്ട്. ഒന്ന്, VK ശശികല, ദ ഫോമർ ഹെൽത്ത് മിനിസ്റ്റർ, വിജയഭാസ്കർ, 2 IAS ഓഫീസർ ആൻഡ് 3 ഡോക്ടേഴ്സ് ആർ റെക്കമെൻഡഡ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അഗെയിൻസ്റ്റ് ദം. ഈ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്ന ഫോർമർ ഹെൽത്ത് മിനിസ്റ്റർ വിജയഭാസ്കറിനെയും 2 IAS ഓഫീസർ, പിന്നെ VK ശശികല ആൻഡ് 3 ഡോക്ടേഴ്സ് ആർ റെക്കമെൻഡഡ് ഫോർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഇവരെയൊക്കെ വീണ്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്നാണ്. ഹവർ ഇറ്റ് ഫോൾസ് പെർപ്ലെക്സിംഗ്ലി ഷോർട്ട് ഫോർ എക്സ്പ്ലെയിനിങ് വേർ ദ ഫോൾട്ട് ലേ വിത്ത് ദോസ് ഇറ്റ് ഫൗണ്ട് കൾപ്പബിൾ ഓർ ട്രേസിംഗ് ദ ഡാമിനിങ് ട്രയൽ ഓഫ് എവിഡൻസ് ടു ദർ ഡോർ സ്റ്റെപ്പ്. അപ്പോൾ പ്രത്യേകിച്ച് എവിഡൻസസ് ഒന്നുമില്ല, പക്ഷേ അഭ്യൂഹങ്ങൾ മാത്രമേ റിപ്പോർട്ടിലുള്ളൂ എന്നാണ് പറയുന്നത്. പെർപ്ലെക്സിംഗ്ലി ഷോർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര എംബാരസിംഗ് ആയിട്ട് അവർക്ക് എതിരെ തെളിവൊന്നുമില്ല, എന്ത് തരം പ്രശ്നമാണ് അവർ ചെയ്തതെന്നുള്ളത്. വാട്ട് വാസ് ദ ഫോൾസ് ദാറ്റ് ഹാസ് കമ്മിറ്റഡ് ബൈ ദീസ് അക്യൂസ്ഡ് പാർട്ടീസ് എന്ന് പറഞ്ഞാൽ അതൊന്നും കാര്യമായിട്ട് പറയുന്നില്ല. പക്ഷേ എന്താണ്? ഇവരൊക്കെ കുറ്റക്കാരാണ്, ഇവരെ മുകളിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണം എന്നാണ് പറയുന്നത്. ജസ്റ്റിസ് അറുമുഖസ്വാമി, ട്രെയിൻഡ് എസ് എ ലോയർ ആൻഡ് നോട്ട് ഇൻ മെഡിസിൻ, മേക്സ് പോസ്റ്റ് ഫാക്ട് ജഡ്ജ്മെൻറ്റ്സ് അബൌട്ട് ദ മെഡിക്കൽ പ്രൊസീജിയേഴ്സ്. അതിൽ വേറെ പ്രശ്നം പറയുന്നത് വെച്ചാൽ ഇതിലൊരു സൈഡ് എന്ന് പറയുന്നത് അപ്പോളോ ഹോസ്പിറ്റലിൽ 75 ദിവസത്തെ ജയലളിതൻ്റെ അവിടുത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അതോറിറ്റേറ്റീവ്ലി എന്തായിരിക്കണം, ഒരു മെഡിക്കൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ട്രെയിൻഡ് എസ് ലോയർ, ഒരു വക്കീലെന്ന രീതിയിൽ, അല്ലെങ്കിൽ ജസ്റ്റിസ് അറുമുഖസ്വാമീൻ്റെ കേപ്പബിലിറ്റി എന്ന് പറയുന്ന ഒരു ലീഗൽ സൈഡിലാണെങ്കിൽ അദ്ദേഹം വളരെ ആധികാരികമായിട്ടുള്ള മെഡിക്കൽ കൺക്ലൂഷൻസ് ആണ് ഈ പറഞ്ഞ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടും ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതിൽ വേറെ പ്രശ്നം വെച്ചാൽ നെഗ്ലിജൻസ് ഓഫ് ഫാക്ട്സ് ഒരിക്കലും പാടില്ല. ഏതെങ്കിലും രീതിയിൽ ഫാക്ട്സ് വിട്ടുപോകാനോ ഒരു റിപ്പോർട്ടിൽ അങ്ങനെ ഒരിക്കലും പാടില്ലാത്തതാണ്. അപ്പോൾ ഇത് ഔട്ട് ഓഫ് ലൈനാണ്. ഈ പറഞ്ഞ ഇൻക്വയറി റിപ്പോർട്ട് ഔട്ട് ഓഫ് ലൈനാണെന്ന് പറയാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്,
It goes further out of line, making allegations against qualified medical professionals in charge of treatment based on their conjecture and glaring lapse. He completely sidesteps the ഒന്നെന്ന് വെച്ചാൽ ആദ്യത്തെ കാര്യം പറയും, ഈ പറഞ്ഞ സെൻറ്റൻസിൽ പറയാം. ഒന്നെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രൊഫഷണൽസ് എന്ത് ചെയ്യുന്നു, അവരെ റിപ്പോർട്ട് പാടെ നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. ഒന്ന്, കാരണം അവരതിൻ്റെ സബ്ജക്റ്റ് എക്സ്പേർട്സ് ആണ്. രണ്ട്, എയിംസിൻ്റെ മെഡിക്കൽ എക്സ്പേർട്ട് ടീം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, സുപ്രീം കോർട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് രൂപീകരിച്ച എയിംസിൻ്റെ മെഡിക്കൽ എക്സ്പേർട്സ് കമ്മിറ്റി റിപ്പോർട്ട് ഓൾമോസ്റ്റ് കൊടുത്തു കഴിഞ്ഞു. അതാണ് മുമ്പേ കൊടുത്തു കഴിഞ്ഞു. എന്താണ്? എഗ്രി വിത്ത് ട്രീറ്റ്മെൻറ്റ് കോഴ്സ് ആൻഡ് ഫൈനൽ ഡയഗ്നോസിസ് ബൈ ദ ഹോസ്പിറ്റലിൽ എന്താണ് രോഗകാരണമെന്നും അതുപോലെ തന്നെ എന്താണ് കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്നതും വളരെ കൃത്യമാണെന്ന് ആര് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു? ഹോസ്പിറ്റലിൽ ചെയ്തത് എന്താണോ അത് ശരിയാണെന്ന് ആര് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു? സുപ്രീം കോടതി രൂപീകരിച്ച മെഡിക്കൽ എക്സ്പേർട്ട് ടീം ഫ്രം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിന് വിരുദ്ധമായി ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് നെഗ്ലക്റ്റ് ചെയ്യുന്നത്? ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സാണ് നെഗ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പലപ്പോഴും ഇത് ഫാബ്രിക്കേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. വെച്ചാൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ടാണ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ടാണ്, അത് പൊളിറ്റിക്കൽ ടർമോയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ട്വിസ്റ്റ് ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. ഈ കാറ്റഗറി. അപ്പോൾ ഇതിൽ വേറൊരു എന്താ പറയുക, ഒരു പ്രശ്നം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് പുറത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല? കാരണം ഇപ്പോൾ ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്, പുറത്ത് പോയി എന്തുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല, രാജ്യത്തിന് പുറത്ത് പോയിട്ട്? അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഷീ കാറ്റഗോറിക്കലി റെഫ്യൂസ് ടു ബി ഷിഫ്റ്റഡ് ഔട്ട് ദ കൺട്രി ഫോർ ട്രീറ്റ്മെൻറ്റ്. ജയലളിത കൃത്യമായി പറഞ്ഞിരുന്നത്, അതായത് അങ്ങനെ പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല, ഇവിടുന്ന് തന്നെ ട്രീറ്റ് ചെയ്യണമെന്ന്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് 5 വർഷമായി കമ്മീഷൻ രൂപീകരിച്ചിട്ട്, 6 വർഷമായി ജയലളിത മരിച്ചിട്ട്, എന്നിട്ട് റിപ്പോർട്ട് ആ പറയുന്നൊരു അറ്റംപ്റ്റ് നടത്തുന്നില്ല. എന്ത്? ജസ്റ്റിസ് ഡെലിവർ ചെയ്യാനോ അല്ലെങ്കിൽ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നിരത്തി കൃത്യമായിട്ടുള്ളൊരു കൺക്ലൂഷനിലെത്താനോ റിപ്പോർട്ട് ശ്രമിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കമ്മിങ് 5 years after the commission of inquiry was constituted and nearly 6 years after the death of Jayalalitha, the report makes no attempt to render any justice, but steps out of line in making unqualified calls on medicine. തീരെ ക്വാളിഫൈഡ് അല്ലാത്ത മെഡിക്കൽ ഫാക്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് റിപ്പോർട്ട് പറയുന്നത്. തമിഴ്നാട് ഗവൺമെൻറ് ഹാസ് ഡൺ ഇറ്റ്സ് ഡ്യൂട്ടി ബൈ പ്രസൻറ്റിംഗ് ദ റിപ്പോർട്ട് ഇൻ ദ അസംബ്ലിയിൽ ഈ പറഞ്ഞ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സീക്കിംഗ് ലീഗൽ ഒപ്പീനിയൻ ഓൺ ഇറ്റ്. അതിൽ ലീഗൽ ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് നൗ ഒബ്ലിഗേറ്റഡ് ടു റെൻഡർ ട്രൂ ജസ്റ്റിസ് ഇൻ ദ മാറ്റർ. ഇപ്പോൾ എഡിറ്റോറിയലിൻ്റെ സമ്മറി എന്ന് പറയുന്നത്, ഡിസ്റ്റോർഡർ ആയിട്ടുള്ള ജസ്റ്റിസ് ഒരു കാരണവശാലും ഉണ്ടാവരുത്. കാരണം കമ്മീഷൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് സുതാര്യമായിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, മെഡിക്കൽ ഫാക്ട്സുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് കോൺട്രാഡിക്റ്റ് ചെയ്യാൻ പാടില്ലാത്തതാണ്. കോൺട്രവേഴ്സീസും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റീസും ഒന്നും ഉണ്ടാക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഉണ്ടാക്കാതെ മുമ്പോട്ട് ഒരു ജസ്റ്റിസ് ഡെലിവറി ചെയ്യുന്ന പോലെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ് എന്നാണ് ഈ പറഞ്ഞ റിപ്പോർട്ട് പറയുന്നത്. കാരണം ഇതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, നോൺ ആയിട്ടുള്ള മെഡിക്കൽ ഫാക്ട്സ് എക്സ്പേർട്സ്, എയിംസ് പോലെയുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു മെഡിക്കൽ ടീം ജയലളിതയെ നോക്കിയ ഹോസ്പിറ്റലിൽ ഡീൽ ചെയ്തിരിക്കുന്ന പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ ഡയഗ്നോസ് ചെയ്തിരിക്കുന്ന രോഗവും ഒക്കെ ശരിയാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ബാക്കിയുള്ള ആൾക്കാരെ ആരോപിക്കുന്ന രീതിയിലുള്ള ഈ പറഞ്ഞ റിപ്പോർട്ട് കോൺട്രവേഴ്ഷ്യലാണ് എന്നാണ് പറഞ്ഞത്. അത് ഉണ്ടാവാൻ പാടില്ല എന്നാണ് ആര് പറയുന്നത്? ഈ പറഞ്ഞ എഡിറ്റോറിയൽ പറയുന്നത്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത്, ദ നെക്സ്റ്റ് CJI ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വിൽ ഹാവ് ദ ലോങ്ങസ്റ്റ് ടെനുവർ ഇൻ ദ ലാസ്റ്റ് ഡീക്കേഡ് എന്നാണ്. ഇനി ഏറ്റവും കൂടുതൽ കാലയളവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ഉണ്ടാവാൻ പോകുന്നത് ആർക്കാണ്? DY ചന്ദ്രചൂഡാണ്. 50ാമത്തെ ചീഫ് ജസ്റ്റിസാണ്. നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളാരാണ്? DY ചന്ദ്രചൂഡാണ്. 50th ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് DY ചന്ദ്രചൂഡാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. ഓക്കെ. ഹെൽഡ് അപ്പ് ബൈ ദ ചൈനീസ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിളിൽ ഇവർ പറഞ്ഞിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ചൈന എപ്പോഴും യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ ടെററിസ്റ്റുകളെ ബ്ലോക്ക് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നതിൽ ഇവർ ഈ പറഞ്ഞ അജണ്ട ബ്ലോക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അനലൈസ് ചെയ്തിരിക്കുന്നത്. വൈ ഡസ് ചൈന കീപ് ബ്ലോക്കിംഗ് ദ നെയിംസ് ഇന്ത്യ സജസ്റ്റ് ഫോർ ലിസ്റ്റിംഗ് അണ്ടർ ദ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ ലിസ്റ്റ് ഓഫ് ടെററിസ്റ്റ് ഹു ആർ എഫിലിയേറ്റഡ് ടു അൽഖ്വയ്ദ ആൻഡ് ISIS അൽഖ്വയ്ദയായിട്ട് ബന്ധപ്പെട്ട ടെററിസ്റ്റുകളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ സാങ്ഷൻ കമ്മിറ്റിയിൽ പേര് പറയുമ്പോഴൊക്കെ എന്ത് ചെയ്യും? ഇവർ ബ്ലോക്ക് ചെയ്യും. ചൈനീസ് എപ്പോഴുള്ള പരിപാടിയാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇത്തവണ പറഞ്ഞിരിക്കുന്നത്, US-ഉം ഇന്ത്യയും ഒരുമിച്ച് ജോയിൻ്റ് ആയിട്ടാണ് അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞത്, എന്നിട്ടും ഇവർ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. എന്താണ് അതിൻ്റെ കാര്യമെന്ന് ഹിന്ദുവിൻ്റെ ലേഖകൻ ഈ പറഞ്ഞ അംബാസഡറോട് ചോദിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സം ടൈം ടു സ്റ്റഡി ദി സ്പെസിഫിക് കേസസ് ബട്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ ചൈന ഹാസ് ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ ഓൺ കൗണ്ടർ ടെററിസം കോപ്പറേഷൻ എഫേർട്സ്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ കേസ് ടു കേസ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ചൈനക്ക് ടെററിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല, നമുക്കിപ്പോഴും ആൻറ്റി ടെററിസ്റ്റ് മനോഭാവം തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും അതല്ല ചെയ്യുന്നത്. ഇതിനാണ് ഡബിൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഹെൽഡ് അപ്പ് ബൈ ദ ചൈനീസ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിളിൽ ഇവർ പറഞ്ഞിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ചൈന എപ്പോഴും യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ ടെററിസ്റ്റുകളെ ബ്ലോക്ക് ചെയ്യുന്നതിൽ
അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നതിൽ ഇവർ ഈ പറഞ്ഞ അജണ്ട ബ്ലോക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അനലൈസ് ചെയ്തിരിക്കുന്നത്. വൈ ഡസ് ചൈന കീപ് ബ്ലോക്കിംഗ് ദ നെയിംസ് ഇന്ത്യ സജസ്റ്റ് ഫോർ ലിസ്റ്റിംഗ് അണ്ടർ ദ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ ലിസ്റ്റ് ഓഫ് ടെററിസ്റ്റ് ഹു ആർ അഫിലിയേറ്റഡ് ടു അൽഖ്വയ്ദ ആൻഡ് ISIS അൽഖ്വയ്ദയായിട്ട് ബന്ധപ്പെട്ട ടെററിസ്റ്റുകളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ സാങ്ഷൻ കമ്മിറ്റിയിൽ പേര് പറയുമ്പോഴൊക്കെ എന്ത് ചെയ്യും? ഇവർ ബ്ലോക്ക് ചെയ്യും. ചൈനീസ് എപ്പോഴുള്ള പരിപാടിയാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇത്തവണ പറഞ്ഞിരിക്കുന്നത്, US-ഉം ഇന്ത്യയും ഒരുമിച്ച് ജോയിൻ്റ് ആയിട്ടാണ് അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞത്, എന്നിട്ടും ഇവർ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. എന്താണ് അതിൻ്റെ കാര്യമെന്ന് ഹിന്ദുവിൻ്റെ ലേഖകൻ ഈ പറഞ്ഞ അംബാസഡറോട് ചോദിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സം ടൈം ടു സ്റ്റഡി ദി സ്പെസിഫിക് കേസസ് ബട്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ ചൈന ഹാസ് ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ ഓൺ കൗണ്ടർ ടെററിസം കോപ്പറേഷൻ എഫേർട്സ്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ കേസ് ടു കേസ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ചൈനക്ക് ടെററിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല, നമുക്കിപ്പോഴും ആൻറ്റി ടെററിസ്റ്റ് മനോഭാവം തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും അതല്ല ചെയ്യുന്നത്. ഇതിനാണ് ഡബിൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്. അക്യൂസ്ഡ് ഇൻ 5 റേപ്പ് കേസസ് ഗെറ്റ്സ് ബെയിൽ ഇൻ UP ഓൺ കണ്ടീഷൻ ഓഫ് മാരിയിങ് വിക്ടിംസ്. ആ പറഞ്ഞ ഇരകളെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞത് കാരണം അക്യൂസ്ഡ് ആയിട്ടുള്ള റേപ്പ് കേസസിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്ക് ജാമ്യം കിട്ടിയെന്നാണ് പറയുന്നത്. ഇതൊരു കറക്റ്റ് രീതിയിലുള്ള ഒരു ജസ്റ്റിസ് ഡെലിവറി ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അത് സബ്ജക്റ്റ് ടു ഡിബേറ്റ് ആണ്. എന്നാലും നിങ്ങൾക്കൊക്കെ ആലോചിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു ന്യൂസ് പറഞ്ഞത്. ഇപ്പോൾ നമുക്കറിയാം, റഷ്യ ഉക്രൈൻ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുടിൻ ഡിക്ലെയർസ് മാർഷ്യൽ ലോ ഇൻ അനെക്സ്ഡ് റീജിയൻസ് ഓഫ് ഉക്രൈൻ. ഉക്രൈനിൽ പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ മാർഷ്യൽ ലോ ഇമ്പോസ് ചെയ്തിരിക്കുകയാണ് പുടിൻ. അപ്പോൾ വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ അതിലേക്ക് പോകുന്നത്. ഇൻ്റർനാഷണൽ ഡെലിബറേഷൻസ് ഒന്നും നടക്കുന്നില്ല എന്ന് വേണം കരുതാൻ. കാരണം ഒരു വ്യത്യാസവും വാറിന് വന്നിട്ടില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. അടുത്തൊരു എക്കോണമി റിലേറ്റഡ് ന്യൂസാണ്. പ്രഷർ ഓൺ റുപ്പി മേ റൈസ് ഇഫ് US റൈസസ് റേറ്റ്സ് ഫർദർ എന്ന് പറഞ്ഞ് ഫിച്ച് റേറ്റിംഗ് ഏജൻസി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിലെ അനാലിസിസ് സൈഡ് എന്താണ്, US ഇപ്പോൾ പോളിസി നിരക്കുകൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് നിരക്കുകൾ കൂട്ടുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്താവും, ഇവിടെ നിന്നൊക്കെ ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് എടുത്തിട്ട് അവിടത്തേക്ക് മാറ്റും. ഇപ്പോൾ US-ലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഡ്രോൺ ആവും. കാരണം ഇൻട്രസ്റ്റ് റേറ്റ്സ് അവിടെയാണ് കൂടുതൽ. അപ്പോൾ എന്ത് പറ്റും, ഇന്ത്യൻ റുപ്പി വീണ്ടും താഴേക്ക് പോകും. ഇന്ത്യൻ റുപ്പിയുടെ വില വീണ്ടും താഴേക്ക് പോകും. എന്താണ് ഈ ഡിപ്രിസിയേഷൻ ഉദ്ദേശിക്കുന്നത്? ഡോളറുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു റെഫറൻസ് കറൻസിയെ കമ്പയർ ചെയ്യുന്ന സമയത്ത് മൂല്യം താഴെ പോകുന്നതിനാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പണ്ട് 5 വർഷം മുമ്പ് 65 അല്ലെങ്കിൽ 60 ആണ് $1 വാങ്ങാൻ ഇന്ത്യൻ റുപ്പി കൊടുക്കേണ്ടതെങ്കിൽ ഇപ്പോൾ എത്ര കൊടുക്കണം? 80 മുകളിൽ കൊടുക്കണം. അതാണ് ഡിപ്രിസിയേഷൻ ഓഫ് വാല്യൂ ഓഫ് റുപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് US കൂട്ടിക്കഴിഞ്ഞാൽ പ്രഷർ ഓൺ റുപ്പീൻ്റെ പ്രഷർ പിന്നെയും കൂടും. കാരണം എന്താ, റുപ്പീൻ്റെ വാല്യൂ കുറയും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് സ്പോർട്സ് ന്യൂസാണ്. റമിത becomes junior world champion in air rifle. Ramita Jindal beat Shen Yang of China for gold 16-12 in junior women's air rifle in world championship in Cairo, Egypt on Wednesday. അപ്പോൾ റമിത ജിൻഡാൽ ഏതിലാണ് ഗോൾഡ് നേടിയിരിക്കുന്നത്? അല്ലെങ്കിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പിലാണ്. എന്തിന്? എയർ റൈഫിൾ ഇൻ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിച്ച് ഈസ് ഹെൽഡ് അറ്റ് കെയ്റോ, ഈജിപ്റ്റ്. അപ്പോൾ ഇന്നത്തെ ന്യൂസ് അനാലിസിസ് ഇത്രയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ വീഡിയോ. നമുക്ക് നാളെ കാണാം. ബൈ.